ആരാണ് അള്ളാഹു? ഒരുപാട് അമുസ്ലിം സഹോദരങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു എന്നത് ഒരു കുലദൈവത്തിന്റെ നാമമാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രക്കാരുടെ മാത്രം ദൈവമാണോ അള്ളാഹു? അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷക്കാരുടെ, ഏതെങ്കിലും ഒരു ദേശക്കാരുടെ മാത്രം ദൈവമാണോ അള്ളാഹു? അതോ ഇസ്ലാമിന്റെയോ മുസ്ലിങ്ങളുടെയോ അറബികളുടെയോ മാത്രം ആരാധനമൂർത്തിയാണോ അള്ളാഹു? അള്ളാഹു എന്നത് ഒരു അറബി നാമമാകും. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച മഹാനായ സൃഷ്ടാവിനെ അറബിയിൽ വിളിക്കുന്ന നാമമാകുന്നു അള്ളാഹു. അള്ളാഹു എന്ന അറബി പദത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: സകലവിധ ആരാധനകൾക്കും അർഹനായിട്ടുള്ള യഥാർത്ഥ ദൈവം, അവനാകുന്നു അള്ളാഹു. അതല്ലാതെ മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല അള്ളാഹു. ഏകനായിട്ടുള്ളവൻ, കാരണങ്ങളില്ലാത്തവൻ, ഏവർക്കും ആശ്രയമായിട്ടുള്ളവൻ, സൃഷ്ടാവ്, നിയന്താവ് എന്നിങ്ങനെ എല്ലാ നാമഗുണവിശേഷണങ്ങളും ഒത്തുവന്നവൻ. ആ സൃഷ്ടാവിലേക്കാണ് ഇസ്ലാം നാം എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ആ മഹാനായ ദൈവത്തിലേക്ക്, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഈ കോടാനുകോടി നക്ഷത്രങ്ങളുടെ നിയന്താവായ മഹാനായ ദൈവത്തിലേക്ക്, നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി തന്ന ഏകനായ തമ്പുരാനിലേക്ക്. അതാകുന്നു വർഗീയതയില്ലാത്ത വിശ്വാസം. അവനാകുന്നു അള്ളാഹു.